അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. സദഖല്ലാഹുൽ അലീം. ബഹുമാനപ്പെട്ട ടീച്ചർമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നാം നിലകൊള്ളുന്നത് പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലാണല്ലോ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസമാണ് പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറിയ ജീവചരിത്രം ഞാൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ 12-ന് മക്കയിലാണ് ജനിച്ചത്. ജനിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ഉപ്പ വഫാത്തായി. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യതീമായിട്ടാണ് വളർന്നത്. അങ്ങനെ 6-ാം വയസ്സിൽ പ്രിയപ്പെട്ട ഉമ്മയും വഫാത്തായി. ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ട വേദന നഷ്ടപ്പെട്ടവർക്കേ അറിയൂ. കണ്ണില്ലാത്തവനെ കണ്ണിന്റെ വില അറിയോ? അങ്ങനെ ജനനം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദന സഹിച്ചിട്ടാണ് വളർന്നത്. അപ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ സ്വലാത്ത് ചൊല്ലണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി നമ്മൾ ദിവസവും 100 സ്വലാത്തെങ്കിലും ചൊല്ലണം ഇൻഷാ അല്ലാഹ്. എന്നാൽ ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുകയാണ്. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.